എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഡേവിഡ് അവന്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്തികയോട് പറയുന്നുണ്ട്, മോളുടെ ചേട്ടനെ ഞാൻ സാറേ എന്നാണ് വിളിക്കുന്നത്. അത് അബി സാറിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം അതെന്തിനാ അങ്ങനെ സാറേ എന്ന് വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, നാഗേന്ദ്രൻ സാറിൻ്റെ മോനെ പേര് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് എന്ന്. അന്നേരം അവന്തിക പറയും, എങ്കിൽ എന്നെ വിളിക്കുന്ന പോലെ മോനേന്ന് വിളിച്ചാൽ പോരെ, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അതൊന്നും ശരിയാകുകയില്ല. അബി സാറിന് ഇവിടെയുള്ള ബാക്കി സ്റ്റാഫിൽ നിന്ന് നല്ല റെസ്പെക്റ്റ് കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ ക്യാബിനിലേക്ക് അബി കയറി വരുന്നു. നേരെ ഓപ്പോസിറ്റ് ഇരുന്നാണ് ഡേവിഡ് സംസാരിക്കുന്നത്. എന്നിട്ടും അവന്തികയാണ് ഫോണിൽ വീഡിയോ കോളിലുള്ളത് എന്ന് അബി കാണുക. അബിക്ക് ഭയങ്കര സംശയം. അവനിങ്ങനെ സംശയിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതെങ്കിലും പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് സാർ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ഡേവിഡ് അബിയോട് ചോദിക്കുക. അന്നേരം ഇല്ല, ഞാനൊന്നും കണ്ടില്ല എന്ന് പറയുന്നു. എന്നാൽ വന്നിരിക്കുക എന്ന് പറയും. വന്നിരുന്ന് കഴിയുമ്പോൾ എന്തിനായിരുന്നു വന്നതെന്ന് ചോദിക്കുമ്പം അബി പറയുന്നുണ്ട്, നമ്മളിപ്പം ടോപ്പിൽ നിൽക്കുവാണ്, ഇവിടെ നിന്ന് ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, അതിനുവേണ്ടി ഒരു കോൺഫറൻസ് വിളിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് മോഡലിനെയൊക്കെ ഒന്ന് മാറ്റി മാറ്റി പരീക്ഷിക്കണം. നവ്യ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ സ്വാർത്ഥത കാണിക്കാൻ പാടില്ലല്ലോ. നമുക്ക് പുതിയ പുതിയ മുഖങ്ങളെ അവിടെ പരീക്ഷിക്കണം, എങ്കിലേ അതിനൊരു ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഡേവിഡ് പറയുന്നു. അന്നേരം അങ്ങനെയല്ലേ, നമുക്ക് പുതിയ മുഖങ്ങളെയും അതുപോലെ ഫിലിം സ്റ്റാർസിനെയും ഒക്കെ പരീക്ഷിക്കണം, എങ്കിലേ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അന്നേരം ഡേവിഡ് ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ നവ്യയോട് പറഞ്ഞോ എന്ന്. അന്നേരം അവളോട് സംസാരിച്ചില്ല, അങ്ങനെ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ, ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ അത് സാറിനോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ ആയിക്കോട്ടെ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുവാണ് ഡേവിഡ്. അത് കഴിഞ്ഞ് അബി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അബിക്ക് ഭയങ്കര സംശയമായിട്ടോ ഡേവിഡിനെ എങ്ങനെ അവന്തികയുമായിട്ട് സംസാരിച്ചു, അവർ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറച്ചേരം ഇങ്ങനെ തിരിഞ്ഞ് ഡേവിഡിനെ നോക്കി നിന്നിട്ട് അബി നേരെ അബിയുടെ ക്യാബിനിലേക്ക് പോകുന്നു. ഈ സമയം ജലജ വീട്ടിൽ ഫേഷ്യലൊക്കെ ചെയ്ത് മുഖസൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരമാണ് അബി വിളിക്കുന്നത്. എന്നിട്ട് അമ്മ അവന്തിക അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവൾ ഇവിടെ ഇല്ല, അവൾ നീ പോയ പുറകെ ഇവിടുന്ന് പോയതാണ് എന്ന് പറയുമ്പം ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് പോയതാണോ, എന്നിട്ട് അവൾ വിളിക്കുമോ ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പം എങ്ങനെ വിളിക്കാനാണ്, അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കും. പിന്നെ അയർലൻഡിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മളോടൊന്നും അവൾക്ക് വലിയ മതിപ്പില്ലല്ലോ, ഇവിടെയുള്ള ബാക്കിയുള്ളവരോടാണ് അവൾ സംസാരിക്കാറുള്ളത്, നമ്മളോട് വലിയ സംസാരമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ കാര്യം അങ്ങനെ കൂടുതൽ ചികഞ്ഞ് നോക്കാറുമില്ല എന്ന് പറയുന്നു. നീ എന്തിനാ അവളെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുവാണ്, അല്ല ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നല്ല സ്വീകരണമാണ് കിട്ടിയത്, അതിൻ്റെ സന്തോഷത്തിന് ഇവിടെ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവൾക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി, എന്തെങ്കിലും സമ്മാനം മേടിച്ച് കൊടുക്കാം എന്ന് കരുതിയാണ് വിളിച്ചതെന്ന് പറയുമ്പം എടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം സമ്മാനം മേടിച്ച് തരുന്നത് നിൻ്റെ അമ്മയ്ക്കല്ലേ, നീ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം അഭി പറയും, അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഇഷ്ടം പോലെ ഞാൻ മേടിച്ച് തന്നിട്ടില്ലേ എന്ന്. അന്നേരം പിന്നെ വല്ലപ്പോഴും ഒരു സാരി മേടിച്ച് തരുന്നതാണോ വലിയ കാര്യം, വല്ല ഡയമണ്ട് നെക്ലേസോ മോതിരോ വളയോ ഒക്കെ മേടിച്ച് തരണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അത് 3-4 വർഷം മുമ്പായിരുന്നെങ്കിൽ നടന്നേനെ, ഇപ്പം ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണമെന്ന്. അന്നേരം ആയിക്കോട്ടെ, ഏതായാലും അനീതിക്ക് സമ്മാനം മേടിച്ച് കൊടുക്കാനാണ് എന്നാണല്ലോ നീ പറഞ്ഞത്, അതെങ്കിലും നടക്കട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഫോം വെച്ച് കഴിഞ്ഞാൽ അബി ഇങ്ങനെ ആലോചിക്കുവാണ്, എവിടെ നിന്നാണ് അവന്തിക ഡേവിഡ് സാറിനെ വിളിച്ചത്, ഡേവിഡ് സാറും അവളും തമ്മിൽ ബന്ധമുണ്ടോ, ഇനിയിപ്പം നവ്യ മുഖേന അവൾ ഡേവിഡ് സാറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെ എന്നോട് അവരെന്തിനാ ഇതൊക്കെ ഒളിച്ചു വെക്കുന്നത്, ഇതിൻ്റെ പിന്നിലെല്ലാം എന്തോ കാര്യങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് അബി തീരുമാനിക്കുക കേട്ടോ. ഇതിപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വലിയ അന്വേഷണം നടത്തുന്ന ആദർശിനേക്കാൾ മുന്നേ എല്ലാ കാര്യങ്ങളും അബി കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമാട്ടോ, മനസ്സിൽ കിടന്ന് ഇതെല്ലാം ഇങ്ങനെ നീറുവാണ്. അതിൻ്റെ ഒരു വിഷമത്തിൽ റൂമിൽ നിൽക്കുമ്പോഴാണ് അബി റൂമിലേക്ക് വരുന്നത്. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ വന്ന് തോളെ പിടിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടുവാണ് നവ്യ. അന്നേരം നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം അബി പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ആ കമ്പനിയിൽ ഇത്രയും വലിയൊരു പോസ്റ്റ് തന്നത്, എനിക്ക് ഇത്രയൊക്കെ പ്രാധാന്യം അവർ തരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്കും ചെറിയ സംശയമൊക്കെ തോന്നിയായിരുന്നു എന്ന്. നീ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ജോലി തരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുപോലെ തന്നെ നിന്നെ അവിടെ മോഡലായിട്ട് എടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിന് വേറെ കാരണമൊന്നുമില്ല, ഡേവിഡ് സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്ന് പറയുവാണ്. അന്നേരം അഭിയോഗിക്കും,
അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം? ഡേവിഡ് സാറിന് ഇങ്ങനെ എനിക്ക് ജോലി തരാൻ പാകത്തിന് നിന്നോട് ഇഷ്ടം തോന്നാൻ നീ മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ഇങ്ങനെ സംശയിച്ച് നിന്നിട്ട് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ചില പെൺകുട്ടികൾ നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കമ്പനി ഉടമസ്ഥരെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നീ എന്തെങ്കിലും ചെയ്തോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് എന്ന് പറയുമ്പോഴേ മോഹൻ തീർത്ത് ഉള്ള ശക്തി എടുത്ത് ഓരോ എണ്ണം അങ്ങ് പൊട്ടിക്കും. അന്നേരം അഭിയോഗിക്കുന്നുണ്ട്, നീ എന്തിനാ ഞാനൊരു തമാശ പറഞ്ഞതിന് എന്നെ തല്ലിയത് എന്ന്. അന്നേരം ഇത് തമാശയാണോടാ? എൻ്റെ ക്യാരക്ടറിനെ മോശമാക്കി സംസാരിക്കുന്നത് തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി മേലാൽ ഈ രീതിയിൽ എന്നോട് സംസാരിച്ചേക്കരുത്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം ഞാൻ പ്രതികരിക്കുമെന്ന് പറയുവാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അങ്ങനെ പോകുന്ന പെൺകുട്ടികളുണ്ടാകും, പക്ഷെ ഞാൻ ആ ഗണത്തിൽ പെടുന്ന ആളല്ല. എവിടെ എങ്ങനെ പോയാലും പെണ്ണിൻ്റെ അനുവാദമില്ലാതെ ഒരാളും പെണ്ണിൻ്റെ ശരീരത്തിൽ തൊടത്തില്ല. പിന്നെ അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ക്രിമിനൽസ് ആയിരിക്കും, അല്ലാതെ സാധാരണ ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല. അവർക്ക് പല പേടിയും പല ലിമിറ്റേഷൻസും ഉണ്ട് എന്നൊക്കെ പറയുന്നു. അന്നേരം ഇത് കേൾക്കുന്ന അഭി പറയുന്നുണ്ട്, ഇതുപോലൊരു മറുപടി കേൾക്കാനാണ് ഏതൊരു ഭർത്താവും കൊതിക്കുന്നത്. ഏതായാലും നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നു. അന്നേരം വീണ്ടും നവ്യ പറയുന്നുണ്ട്, ഇനി മേലാൽ ഈ രീതിയിലുള്ള തമാശ എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന്. എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുവാണ്, എടാ നീ ഇപ്പോൾ പറഞ്ഞതിനല്ല ഞാൻ നിന്നെ തല്ലിയത്, എൻ്റെ മനസ്സിൽ നീറിക്കിടക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഒറ്റയടിക്ക് ഇപ്പം അങ്ങ് തീർത്തന്നേ ഉള്ളൂ, ബാക്കി പുറകെ വരുന്നുണ്ട് മോനെ എന്നിങ്ങനെ മനസ്സിൽ നവ്യ ഓർക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നല്ല കിണ്ണം കാച്ചി ഒരു അടി കൊടുത്തിട്ടാണ് നവ്യ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പം അബി ഇങ്ങനെ കവളയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, ഓഹോ ഒന്നാന്തര അടിയായിരുന്നു, അവളെ സർവ്വശക്തി എടുത്ത് അവൾ അടിച്ചത്, മുഖം വേദന എടുക്കുന്നു, പക്ഷേ അവളെ നമ്പി നിന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന നവ്യ നേരെ കൂട്ടുകാരിയുടെ അടുത്തോട്ടാണ് വരുന്നത്. അന്നേരം കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഞാനെങ്ങാനും ആണെങ്കിൽ തളർന്നു പോയേനെ. എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ പിരിഞ്ഞത് വളരെ ചെറിയൊരു കാര്യത്തിനായിരുന്നല്ലോ എന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുവാണ് എന്നൊക്കെ പറയും. അന്നേരം നവ്യ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ജീവിതാനുഭവം എൻ്റെ ഈ കഥയൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ നീ നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കില്ലായിരുന്നല്ലേ എന്ന്. അന്നേരം അതൊന്നും പറയാൻ പറ്റത്തില്ല, ഓരോ സാഹചര്യമല്ലേ എന്നും അവൾ പറയുന്നു. ഏതായാലും നവ്യ പറയുന്നുണ്ട്, എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് കാണേണ്ടത് അവൻ്റെ നാശമാണ്. അവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാനൊന്നും ഞാൻ ഇനി ശ്രമിക്കില്ല. പക്ഷേ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനെ ആ വീട്ടിലിട്ട് ഞാൻ ആ വട്ടം കറക്കും. അനന്തപുരിയിലുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൻ്റെ തൊലി ഞാൻ ഉരിഞ്ഞെടുക്കും. അതൊക്കെ ചെയ്തിട്ടേ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുള്ളൂ. അപ്പോഴും എനിക്ക് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരില്ല. അവിടെ നിന്ന് ഇറങ്ങേണ്ടത് അഭിയാണ്. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യുമെന്നും പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആദർശേട്ടനെയും നയനെയും ഒക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും കൂടുതൽ എനിക്ക് വേദന തോന്നുന്നത് ഞാൻ ആദർശേട്ടനെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ വിജയിക്കണം. ആദർശേട്ടൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ട് തിരിച്ചു വരികയും ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ AN ജ്വല്ലറി തകരണം. അതിനു വേണ്ടതൊക്കെ ഞാനിനി ചെയ്യും. അവരുടെ രഹസ്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ഈ ഡേവിഡ് സാർ എന്തിനു വേണ്ടിയാണ് അബിയുടെ ഒപ്പം നിൽക്കുന്നത്, അബിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തണം. അങ്ങനെ വേണം ഇനി അവരോട് പ്രതികാരം ചെയ്യാൻ. നിനക്ക് ഞാൻ പല മെസ്സേജുകളും ഇനി അയച്ചു തരും, അതെല്ലാം നീ ആദർശേട്ടനെ അറിയിക്കണം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഏതായാലും അഭിയേനെ തീർക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് നവ്യ അവിടുന്ന് പോരുന്നത്. അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട്, അനന്തപുരി തറവാടിനെ ഇനിയുള്ള കാലം അങ്ങോട്ട് നയിക്കാൻ ഏറ്റവും യോഗ്യൻ ആദർശേട്ടനാണ്. കാരണം ആദർശേട്ടനെ പോലെ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ ഒരിക്കലും വേറൊരാൾക്ക് സാധിക്കുകയില്ല. ആ മനുഷ്യൻ അഭി ചെയ്ത തെറ്റാണ് എടുത്ത് തലയിൽ വെച്ചത്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടിയും വന്നു എന്ന് പറയുമ്പം കൂട്ടുകാരിയും പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും വേറൊരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ആദർശേട്ടൻ ചെയ്തത് എന്ന്. ഈ സമയം അബി വീട്ടിലുണ്ട്. അന്നത്തേക്കും അങ്ങോട്ടേക്ക് അവന്തികയും വരുന്നു. അന്നേരം അവന്തികയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരം ഞാൻ എവിടെ പോകാനാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കും, അല്ലാതെ വേറെ പണിയൊന്നും എനിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് AN ജ്വല്ലറിയിലേക്ക് വരാൻ മേലായിരുന്നോ? അവിടെ ഞാൻ അല്ലേ മാനേജർ, അപ്പോൾ നിനക്ക് അവിടെ വരാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞാനെന്തിനാണ് അങ്ങോട്ട് വരുന്നത്? മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളാണ് AN ജ്വല്ലറി. അവർ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ആ സ്ഥിതിക്ക് എനിക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അന്നേരം
അഭി ചോദിക്കും, അവിടെ നിൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും വർക്ക് ചെയ്യുന്നുണ്ട്, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം ഏട്ടത്തിയമ്മ അവൾ എങ്ങനെയാണ് മോഡലായത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അവളേക്കാൾ സുന്ദരി ഞാനാണ്, വേണമെങ്കിൽ എനിക്കും മോഡലാകാലോ എന്നിങ്ങനെ പറയുവാണ് അവന്തിക. അന്നേരം അഭി പറയും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു, നിന്നെ ഞങ്ങൾ അവിടുത്തെ മോഡലാക്കാം എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ മോഡലാകുന്നുണ്ടെങ്കിൽ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലേ ആകുള്ളൂ, ഏതായാലും അവരുടെ കീഴിൽ ജോലി ചെയ്യാനൊന്നും ഞാൻ വരത്തില്ല എന്ന് പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, അവരെന്തിനാണ് എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ തരുന്നത്, എനിക്ക് ഇത്രയും വലിയ സാലറി തന്ന് അവിടെ മാനേജരാക്കിയത് എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ഇതിന് പിന്നിൽ വേറെ ആരുടെയോ ഉപദേശമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അഭി പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്കും സംശയങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കിട്ടിയതെല്ലാം ബോണസ് അല്ലേ, അതുകൊണ്ട് കിട്ടിയത് കയ്യിൽ വെച്ചുകൊണ്ട് ഇനി അതിൻ്റെ പുറകെ പോകാതെ കിട്ടിയ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോവാണ്. പക്ഷേ അന്നേരവും സംശയമുണ്ട് അഭിക്ക്. പിന്നെ കാണിക്കുന്നത് അനിയാണ്. അനി ആദർശിൻ്റെ അടുത്ത് പോയി ജ്വല്ലറിയിലെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറയുന്നു. എത്ര വർക്ക് ചെയ്തിട്ടും സെയിൽസ് കയറുന്നില്ല, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കൂടുതൽ ശമ്പളം ഓഫർ ചെയ്ത് AN ജ്വല്ലറിക്കാർ കൊണ്ടുപോകുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, പോകുന്നവർ പോയിക്കോട്ടെ, അവരെ പിടിച്ചു നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളോട് ആത്മാർത്ഥത കാണും, അവർ മതി എന്നൊക്കെ പറയുന്നു. പിന്നെ ആദർശ് ചേട്ടൻ്റെ അന്വേഷണം എവിടെ വരെ എത്തി എന്ന് ചോദിക്കുമ്പം എന്നും പറയുന്ന സെയിം ഡയലോഗ് ആദർശ് ഇവിടെയും പറയുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്, തൊട്ടടുത്ത് എത്താറായി. നമ്മളെ തകർക്കാൻ നോക്കുന്നത് AN ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ഡേവിഡ് ഒന്നുമല്ല, അതിനപ്പുറം വേറൊരു MD അല്ലെങ്കിൽ അതിനൊരു ഉടമസ്ഥൻ വേറെ ഉണ്ട്, അയാൾക്ക് നമ്മുടെ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട്, മുത്തശ്ശനെ ശത്രുവായി കരുതുന്ന ആരോ ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണല്ലോ. ആദർശ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവാണ്. ഈ പറയുന്ന നവിയും അഭിയും വരെ മുകളിലേക്ക് കയറി പല കാര്യങ്ങളും അവരറിഞ്ഞു തുടങ്ങി. ഇപ്പോഴും ആദർശ് നിന്നിടത്ത് തന്നെ നിൽക്കുക കേട്ടോ. ഏതായാലും നീ വിഷമിക്കേണ്ട, നമ്മുടെ ജ്വല്ലറി ഇനിയും തിരിച്ചു കയറി വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പോഴത്തേക്കും അഭിക്കുള്ള ചായയൊക്കെ ആയിട്ട് നയന വരുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടത്തി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നയനയും ഒന്ന് ഉപദേശിച്ചിട്ട് അവിടുന്ന് അനി അങ്ങ് പോന്നു കഴിയുമ്പം ആദർശ് പറയുവാണ്, അവൻ MD ആയിട്ടിരിക്കുന്ന നമ്മുടെ ജ്വല്ലറി ഇനി 1ാം സ്ഥാനത്തേക്ക് എത്തണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.